ഇവർ പറഞ്ഞ പോലെ നിർമ്മാതാക്കൾ താരങ്ങളുടെ കൂടെയാണോ? ഈ നിർമ്മാതാവ് താരങ്ങളുടെ കൂടെയാണോ? നിങ്ങൾ ഈ പറയുന്നതൊക്കെ വളരെ പോഷ്കത്തരമാണെന്ന് ഞാൻ പറയും. കാരണം ഞങ്ങൾ എല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആയിട്ട്, ദേ ആർ നോട്ട് ആക്ടേഴ്സ് ഓൺലി. ഞാനും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഇവരുടെ കഴിവിൽ ആ സിനിമ വളർന്നു വന്നൊരു സംഭവമാണ്. ഓക്കെ, അത് സിനിമ കാണുമ്പോൾ അറിയും. ഇത് അവർ റെമ്യൂണറേഷൻ വാങ്ങിച്ച് പോകുന്നതല്ല. നേരത്തെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, റെമ്യൂണറേഷൻ വാങ്ങിച്ച് പോയല്ല അവർ ദേ ആർ ഓൾസോ പ്രൊഡ്യൂസർ വിത്ത് മീ. ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം വലിയ റെമ്യൂണറേഷനൊക്കെ വാങ്ങിച്ചിട്ട് ആക്ടേഴ്സൊക്കെ എന്നുള്ള ഒരു പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അവർക്കും ദേ ഹാവ് ടു ഗെറ്റ് മണി അല്ലേ. അവർക്കും അവർ അഭിനയിച്ച് അവർ പൈസ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കിട്ടണം മണി. പക്ഷെ പൈസ ഇല്ലാതായാലോ തിരിച്ചും തരുന്ന ആൾക്കാരാണ് ഇവർ. എനിക്ക് അത് ഓർമ്മ വേണം കേട്ടോ. 28 കൂടുതൽ കിട്ടിയാൽ അവർക്ക് അങ്ങോട്ടും പോകും. എന്റെ വാദാകസം. കൂടുതൽ പൈസ കിട്ടിയാൽ ഇങ്ങോട്ട് കൊടുക്കും. ഉറപ്പായിട്ടും എന്തെങ്കിലും പറയാമെന്ന് ഇവരോട് മേടിക്കും. കാമധേനുവിന്റെ ഫലം കേട്ടിട്ടുണ്ട്. ഈ ഇത്തരം വിവാദങ്ങൾ കേൾക്കുന്നുണ്ട്. താങ്കൾ പ്രൊഡ്യൂസർ കുറേ നാളായി പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പം വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1-ാം തീയതി തൊട്ട് സമരം പ്രഖ്യാപനം വരുന്നു. ആ സമരത്തിലേക്ക് യോജിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ട്. താരങ്ങൾ അമിത പൈസ വാങ്ങുന്നു, താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഓടിക്കത്തില്ല, താരങ്ങൾക്ക് അമിത പ്രതിഫലം വേണ്ടി ആ നിർമ്മാതാവ് എന്തിനാണ് ആ താരത്തെ തേറിപ്പോകുന്നത്, വേറെ താരത്തിൻ്റെ അടുത്ത് പോവാം. അതല്ലേ സത്യാവസ്ഥ. അങ്ങനെ പോകണല്ലോ. ഇപ്പോൾ താങ്കൾക്ക് ധ്യാനം വെച്ച സിനിമയിൽ ധ്യാനൊരു പൈസ ഉണ്ട്, അജുവിന് ഒരു പൈസ ഉണ്ട്, പിഷാരിക്ക് പൈസ ഉണ്ട്. ഇവർക്ക് പൈസ കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ വെച്ചെടുക്കാമല്ലോ. അല്ലാതെ താരങ്ങളെ കുറ്റം പറയുന്നത് ശരിയാണോ ഒരു പ്രൊഡ്യൂസർ? 2-ാം തീയതി അങ്ങനെ എടുത്ത് നല്ലൊരു കഥയുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തിരിക്കും. എല്ലാവരും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ഇഫ് ദേ ആർ റെഡി ടു വിത്ത് മീ. ജൂൺ 2-ാം തീയതി ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനെ എതിർത്ത് പറയുകയല്ല. അപ്പൊ ജൂൺ 1-ാം തീയതി സമരം ഉണ്ടെങ്കിൽ ജൂൺ 2-ാം തീയതി നിങ്ങൾ സിനിമ എടുക്കും. തുടങ്ങും പടം. ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാർത്താ സമ്മേളനത്തിൽ സമരത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ സമരം ഉണ്ടെന്ന് നമുക്ക് പറയാം. ജൂൺ ഇനിയും കുറെ കിടക്കല്ലേ. ഇത് ഫെബ്രുവരി ആയിട്ടല്ലേ ഉള്ളൂ. അതിനുള്ളിൽ ഇതൊക്കെ സെറ്റിൽ. ജൂൺ എന്താണ് അമേരിക്കയിലെ സീസൺ ആണ്. ഞങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. ഇതങ്ങനെ എത്ര നാള് നീണ്ടു നിന്ന് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരും കാര്യങ്ങളൊക്കെ അല്ലേ. ജൂണിൽ അമേരിക്കയിൽ ഷൂട്ടിംഗ് തുടങ്ങാന്നാ പറഞ്ഞത്. ജൂൺ ഒന്നും സ്കൂൾ തുറക്കൂടാ. എന്തെല്ലാം കാര്യങ്ങളാ, പിള്ളേർ സ്കൂളിൽ പോണില്ലേ. അല്ല, ലിസ്റ്റിന് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അന്ന് വാർത്താ സമ്മേളനത്തിൽ ലിസ്റ്റിൻ ആ സമരത്തിനും പിന്താങ്ങുന്നില്ല. ലിസ്റ്റിൻ സമരത്തിന് യോജിപ്പല്ല എന്ന് ലിസ്റ്റിൻ വെട്ടിത്തുറന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പ്രഖ്യാപിച്ചത്, അന്ന് ഞാൻ പോയിരുന്ന പത്രസമ്മേളനം ഞാൻ ചോദിച്ച ചോദ്യമാണ്, ജൂൺ 1-ാം തീയതി അനിശ്ചിതകാല സമരം തുടങ്ങും, അതിന് മുമ്പ് ഒരു സൂചനാ പണിമുടക്കം ഉണ്ടാവുന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം സൂചനാ പണിമുടക്കം ഉണ്ടാവും. അങ്ങനെ ഒരു സൂചനാ പണിമുടക്ക് വരുമ്പോൾ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അന്ന് നിങ്ങളുടെ ഒരു ഡേറ്റ് മാറി. സിനിമ ഇരിക്കുന്ന ഒരു സിനിമയില്ല പോയവിടെ. അല്ലെ, സൂചന പണിമുടക്ക് വരുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമ നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിനിമക്കാർ മാത്രമാണോ സമരം? നമ്മൾ ഒരു ബന്ധമില്ലാണ്ട് വടക്കേന്ത്യ നടന്ന കാര്യത്തിന് ഇവിടെ ഹർത്താൽ നടത്തിയിട്ട് ഞങ്ങളുടെ എന്തോരം സിനിമ നിന്നുപോണ്. അപ്പം സിനിമയുടെ അകത്ത് കിടക്കുന്ന ഒരു കാര്യമല്ലേ. അത് നോക്കാനൊന്നുമില്ല. ഇപ്പൊ ഒരു ദിവസം 2 ദിവസമൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു സമരം എന്നുള്ളതിൽ അതിന്റെ ഒരു ഗുഡ് കോസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിൽക്കും. ഇത് അനിശ്ചിത കാലത്തേക്ക് ഇത് അടച്ചിടാൻ പറ്റില്ല. അവർക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എത്രയോ നാൾ അനിശ്ചിതമായിട്ട് കേരളത്തിൽ അങ്ങ് സിനിമ ഇല്ലാണ്ടായി പോയി എന്നൊന്നും വരില്ല. അതിനു മുമ്പ് ഇതൊക്കെ ചർച്ച ചെയ്ത് വട്ടം കൂടിയിരുന്ന് പരിഹരിക്കും. ഞങ്ങൾ അന്ന് റെസ്പോണ്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള അമ്മ അസോസിയേഷൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ അമ്മ അസോസിയേഷൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒഫീഷ്യലി അറിയിച്ചല്ലോ. അല്ലെ, ആ പറഞ്ഞതിനകത്തൊക്കെ ഇപ്പോഴും നമുക്ക് ഒരാളോട് വില കുറയ്ക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നിയമം കൊണ്ടുവരാൻ പറ്റില്ല. നിയമമായിട്ട് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണോ, എനിക്ക് ഇത്ര പൈസ ഞാൻ അത് നേരത്തെ നാൾ പറഞ്ഞ പോലെ തന്നെയാണ്. അത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്ന പൈസ കൊടുത്താലേ അയാൾ വരുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റുമോ? എല്ലാം ചെയ്യാൻ പറ്റുമോ? അതിനൊരു നിയമം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. റിക്വസ്റ്റ് ചെയ്യാം എല്ലാവരും കൂടി ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. സൗഹൃദ വലയങ്ങളിൽ കാര്യം നടക്കും അല്ലേ. നല്ല ആക്ടേഴ്സിന്റെ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ചേർന്ന് പടം എടുത്തുകൂടെ? പ്രശ്നമുണ്ടോ? എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നിർമ്മാതാക്കൾ. അതെങ്ങനെ അത് നിയമമാക്കാൻ? നിർമ്മാതാക്കളുടെ മെമ്പറാണ് അവിടെ നിന്ന് പുറത്താക്കും കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് വന്നിട്ട് 3-4 വർഷമായുള്ളൂ. ഓക്കെ, എനിക്കിതിനകത്ത് സ്റ്റേ ചെയ്യണമെന്ന് താല്പര്യവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ഓക്കെ, അതിനകത്ത് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അത്ര അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഈ പടത്തോട് നന്നായി വരും. എത്ര പടം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാ? നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് ഒത്തിരി അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, സംഘടന അനുഭവം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല.
ഫിനാൻഷ്യലി അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ ഹിറ്റ്സ് ആണല്ലോ ചെയ്തത്. ചില ഓൾമോസ്റ്റ് 75% ഹിറ്റ്സ് ആയിരുന്നു. നിങ്ങൾ നോട്ടെണ്ണെന്ന് മെഷീൻ മേടിച്ചോ? കൈസേഹോ ഇറങ്ങി കഴിയുമ്പോൾ കാശ് വരും. അന്നേരം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊന്നും പറയരുത്. അത് ഞാൻ ചോദിക്കട്ടെ. ഞങ്ങൾ വേറെ കോടികളുടെ കളിയുള്ളൂ ഇനി. ഇനി കോടികളിൽ ധ്യാനം ഒക്കെ കൂടിയ പിന്നെ വേറെ ചിന്തിക്കാൻ രണ്ടാമതൊന്നും തീരുമാനത്തിലെത്തും. പിന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അമേരിക്കൻ വിസ ഇവിടെയല്ല, പറഞ്ഞു വരുമ്പോ ഇന്റർവ്യൂ കൊടുത്ത് അവർ പ്രശ്നത്തിലായി. അമേരിക്കയിലോട്ട് ഇവരെല്ലാരും പോന്നു എന്നൊക്കെ ആയി. അതാണ് ഇവിടെ നിലനിൽപ്പില്ല, അമേരിക്കക്ക് പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെയല്ലേ ഇവിടെ സമരങ്ങൾ വരുന്നു അല്ലേ? അതല്ലേ സത്യം? അതല്ലേ ഞങ്ങൾ അമേരിക്കയിലേക്ക് എന്നായിരിക്കും ക്യാപ്ഷൻ അല്ലേ? അല്ല, സമരം വരുന്നോണ്ട് പോകുന്ന സിനിമകളിൽ നിന്ന് ഇങ്ങനെ അമേരിക്കയിലെങ്കിലും പോയി ഷോ ചെയ്യണ്ടേ? ചിലപ്പോൾ പടത്തിന്റെ ക്യാപ്ഷൻ അതേപോലെ ആയിരിക്കും. എന്നോട് UK പോവാന്ന് പറഞ്ഞ ആരാ 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 ഞാനാ പറഞ്ഞ UK പ്ലാനിങ്. അപ്പൊ എന്റെ അമേരിക്ക അലിയുടെ UK ഒരു ദിവസം വന്ന നീ എന്തോ ചെയ്യും? ഒരു ചോദ്യ. അയ്യോ അയ്യോ അയ്യോ, അത് പെട്ടോ ഭയങ്കര അബദ്ധത്തിലേക്ക് നീ പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ഷോ വേണേ അമേരിക്കയെ പോ. അപ്പൊ നമ്മുടെ തന്നെ മോശം ഷോ മോശമാണോ? നല്ല ഇതൊക്കെ വേറെ ലെവലിൽ പോകുന്ന കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഞങ്ങള് വേറെ ലെവലിലാ പോകാൻ പോണ. ശരി, നിങ്ങൾ ഈ ആപ്പ് കൈസകളെ പറ്റി വല്ലതും പറയണ്ടോ? പുള്ളി അനുഭവിച്ചെന്ന് പറഞ്ഞാൽ അതാ പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞ് അവിടെ ഇവിടെ കൊണ്ടുവരുത്തിയിട്ട് അതും ഇതും പറയിച്ചതാണ് പുള്ളി എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചത്. പറഞ്ഞോണ്ടിരിക്കാതെ നമ്മുടെ സിനിമയെ കുറിച്ച് പറയാറുണ്ട്. തുടങ്ങിയാ നമ്മള് അറിയാവുന്ന കാരണം അണ്ണൻ അറിയാം. അത് പറഞ്ഞ ഇപ്പൊ ആരും ചിലപ്പോ കേൾക്കൂല. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോ കാണും. അപ്പൊ ഇത് കണ്ട് ഞാൻ വരെ ടീഷർട്ട് ഇട്ട് എവിടെ വെച്ചാലും കണ്ടോ, ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല, എന്നാൽ എന്റെ സിനിമയാണ്, അതുകൊണ്ട് ഞാൻ ഈ സിനിമയുടെ ടീഷർട്ട് ഇട്ടു. നിങ്ങൾ പറഞ്ഞ പോലെ കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ കേരളത്തിലുണ്ടാണ്. അത് തമിഴ്നാട്ടിലായിരുന്നു നടന്ന സംഭവം അല്ലേ? അങ്ങനല്ലേ? അതെ, തമിഴ്നാട്ടിലെ പോലീസുകാർ. ഇവിടുത്തെ പോലീസുകാരൊക്കെ വളരെ നല്ല ഡീസന്റാ എല്ലാവരും. ആരോ ചുമരെ ചേർത്ത് നിർത്തി പൊക്കിൾ നോക്കി വരണം ഏതോ കാലത്ത് ഒരെണ്ണം ചേർന്ന്. അതാണ്. അല്ല ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ അത് വിട്ടുപോയിട്ട് കുറെ നേരം. പുള്ളി ആടെ തലയിൽ അത് 3 റൗണ്ട് അടിച്ചു. 15-ാം വയസ്സിൽ കിട്ടിയതാ. 15-ാം വയസ്സിൽ കിട്ടിയതാ. ചുമര് ചേർന്ന് നിർത്തിയിട്ട് ചെറിയ കൊത്തുണ്ട് അതിന്. ഒച്ച വരികയല്ല. നമുക്ക് എടുക്കണം എന്നൊക്കെ ആഗ്രഹം വരുമ്പോ ചോദിച്ചു കിട്ടൂല. അതാണ്. അല്ല ഇപ്പൊ പെട്ടെന്ന് തമിഴ്നാട് പോലീസ് സ്റ്റേഷൻ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് വിട്ട് ഇനി കിട്ടാതിരിക്കാൻ അല്ലേ? അന്തക്കാലം. വയസ്സെത്രയായി? ഒരുപാടായി. അത്ര വയസ്സൊന്നുമില്ല. ഇപ്പൊ ഉള്ളത് അങ്ങനെ അല്ലെന്നാ പറഞ്ഞത്. ഇപ്പോഴത്തെ പോലീസുകാർ അങ്ങനെയല്ല അതല്ലേ? നിങ്ങൾ അങ്ങനല്ലേ? ബാലൻ ഇറങ്ങിയ സമയത്തൊക്കെ പ്രൊഡ്യൂസർമാരുടെ ഇഷ്യൂല് പങ്കെടുത്തിട്ടുള്ള ആളാണ്. ബാലൻ വിഗതകുമാരന്റെ ഒക്കെ പ്രൊഡക്ഷനില് ചെറിയ പാർട്ടായിരുന്നു. ചെറിയ പാർട്ടായിരുന്നു. ഈ മറ്റേ ലിസ്റ്റ് സ്റ്റീഫിന്റെ മറുപടി കേട്ടായിരുന്നോ? ഏതാ ലിസ്റ്റ് സ്റ്റീഫിന്റെ മറുപടി? ഞാൻ കേട്ടായിരുന്നു. ലിസ്റ്റ് നമ്മുടെ വലിയ സുഹൃത്തല്ലേ. ഞാൻ ലിസ്റ്റിനെ വിളിച്ചു, സംസാരിക്കുകയൊക്കെ ചെയ്തു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.